അത് രേഷ്മയാണെങ്കിൽ ഈ പറയുന്നതെല്ലാം സത്യ. പക്ഷെ അവളത് സമ്മതിച്ചു തരുന്നില്ല. അപ്പൊ അതിനർത്ഥം അവിടെ ദഹിപ്പിച്ചത് മറ്റാരുടെ ബോഡിയാണെന്നല്ലേ? ഇതെല്ലാം നമ്മുടെ ചിന്തകളാ. ചിന്തകളെല്ലാം ശരിയാവണമെന്നില്ല. പക്ഷെ ഇതൊന്നും ഈ അവസരത്തിൽ തട്ടിത്തെറിപ്പിച്ച് കളയാനും പറ്റുന്നില്ല. വിഷ്ണുവേട്ടന്റെ ജീവിതത്തിൽ രേഷ്മയുടെ സ്ഥാനം എന്തായിരുന്നു? വെറും സഹപാഠി എന്നതിലപ്പുറം മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാക്കി വിഷ്ണുവേട്ടൻ ഇങ്ങനെ മറിഞ്ഞിരിക്കുമ്പോ എന്താ അമ്മ ഞാൻ മനസ്സിലാക്കേണ്ട? ഏതാ അമ്മ ഞാൻ വിശ്വസിക്കേണ്ട? ആര് പറയുന്നതാ സത്യം? എനിക്ക് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല അമ്മ. മോളെ, നിന്റെ മുമ്പിൽ നീണ്ടു നിവർന്ന് കിടക്കുന്നത് വലിയൊരു കടമ്പയാണ്. വിഷ്ണു എവിടെയാണ്? എന്താ വിഷ്ണുവിന് സംഭവിച്ചത്? അന്വേഷിച്ചു പോയവർ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഇതെല്ലാം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച് വേണം മുന്നോട്ട് പോകാൻ. വിഷ്ണുവിനെ പഴി പറയുന്നവർക്കും കുറ്റപ്പെടുത്തുന്നവർക്കും എതിരെ പ്രതികരിക്കാനാവാതെ എല്ലാ സങ്കടങ്ങളും അടക്കിപ്പിടിച്ച് നിയന്ത്രണം വിടാതെ ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണം. നിന്റെ കണ്ണ് നിറയുന്നതിലല്ല മോളെ ഇവിടെ നീ പരിഗണന കൊടുക്കേണ്ടത്. മറ്റുള്ളവരുടെ കണ്ണ് നിറയാതെ നോക്കുന്നിടത്താണ് നിന്റെ വിജയം. അതിന് ഈശ്വരൻ നിനക്ക് ശക്തി തരട്ടെ എന്ന് മാത്രമേ എനിക്കിപ്പോ പറയാനാവൂ. തളർന്നു വീണ് പോവെന്ന് പേടിച്ച ഞാനിവിടെ വരെ എത്തി. പക്ഷെ ഞാൻ തളരില്ല. ഞാൻ തളർന്ന ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയാൻ പറ്റില്ല. ഭർത്താവ് ജീവിതത്തിൽ ഒരു വലിയ പരാജയമായിട്ടും അമ്മ ജീവിതത്തോട് പൊരുതി ജയിച്ചില്ലേ? ആ അമ്മയുടെ മോളല്ലേ ഞാൻ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ വിഷ്ണുവേട്ടൻ എന്നെ വിട്ട് എങ്ങോട്ടും പോവില്ലെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്.